ഹായ് മക്കളെ, നമുക്കൊരു അടിപൊളി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ മോളിക്യൂൾ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ കൂടെ ആരോ മാർക്കിൽ നിങ്ങൾക്കൊരു കാറ്റലിസ്റ്റും തരാം. നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യണം എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന്. ഓക്കെ, മേ ബി നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് റിയാക്ഷൻ മെക്കാനിക്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ വെരി സിമ്പിൾ, നമുക്ക് നോക്കാം. കണ്ടോ, ഈ മോളിക്യൂളിൽ നിങ്ങൾക്ക് തന്നു ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. ഓക്കെ, ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഓക്സിജൻ കിടക്കുന്നുണ്ട്. ആരോ മാർക്കിൻ്റെ മുകളിൽ ആരോ ഉണ്ട്, അലൂമിനിയം ക്ലോറൈഡ് അല്ലേ. ഇറ്റ്സ് എ ലൂയിസ് ആസിഡ്. അവിടെ ഒരു ക്ലോറിൻ കിടക്കുന്നില്ലേ. നമുക്കറിയാം എന്ത് ചെയ്യും, ലൂയിസ് ആസിഡ് അപ്പം തന്നെ പോയി ഈ Cl എടുത്തു പോയി. സോ നമുക്ക് ആര് പുറത്തേക്ക് പോയി, AlCl4- പോയി. അപ്പം നമുക്ക് ആരെ കിട്ടും, അവിടെയാണ് നമ്മുടെ കളി. കാർബോകാറ്റോൺ വന്നു അല്ലേ. സോ സിസ്റ്റം ഇങ്ങനെ ആവില്ലേ, എഫ് ബെൻസീൻ കറക്റ്റ്. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട് കറക്റ്റ്. ഇതാ AlCl3 നമ്മുടെ Clനെ കൂട്ടിയിട്ട് പോയി. സോ ഇവിടെ ആരാ, കാർബോകാറ്റിയോ. നിങ്ങൾ നോക്കിയേ, ബെൻസീൻ ഇങ്ങനെ എന്ത് കാണിക്കാൻ പറ്റുന്ന ആളാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാൻ പറ്റുന്ന ആളല്ലേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, നിങ്ങൾ റിച്ചാണ്. നിങ്ങൾ ആരെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള പൈസ ഇല്ലാത്ത ആളെ ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നത് കാത്തിരിക്കോ? ഉറപ്പായിട്ടും എന്താ, നിങ്ങളുടെ ചെയിൻ്റെ മുകളിൽ തന്നെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോ ഫൈൽ കിടക്കല്ലേ. ബെൻസീൻ എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺ അതിൻ്റെ കയ്യിൽ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ റിങ് നേരെ എന്ത് ചെയ്യാം, ആ ഇലക്ട്രോൺ ഇല്ലാത്ത ആൾക്ക് കൊടുക്കാം. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജൻ ഇവിടെ കിടക്കുകയാണ്. കറക്റ്റ്. ഓക്സിജൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ടുള്ള ആളാണ്, കാരണം ലോൺ പാര കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഓർത്തോ അല്ലേ, നിയർ ബൈ കിടക്കുന്നില്ലേ. പിന്നെ വരുന്ന ആരാ, ഈ പാര. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയതുകൊണ്ട് ഇലക്ട്രോഫൈൽ എപ്പോഴും ആ ഒരു പൊസിഷനിലേക്ക് മാത്രമേ ബെൻസീനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളിതാ ഈ ഓർത്തോയിലേക്കാണോ ബെൻസീന് ഈ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ബെൻസീന് വന്ന് ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പ്രെസർ ചെയ്യുക? ഉറപ്പായിട്ട് ഇവിടെ ഒരു ബൾക്കിനെസ് ഉള്ള ആൾ കിടക്കുകയാണല്ലേ. സോ ഈ ഒരു സൈഡ് നോക്കണ്ട, കാരണം എപ്പോഴും ബൾക്കിനെസ് ഇല്ലാത്ത സൈഡിലേക്കാണ് ആൾക്കാർ പ്രെസർ ചെയ്യാൻ. സോ നോക്കിയേ, ഇതാ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു, നേരെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. കറക്റ്റ്. റിംഗ് ഫോർമേഷൻ വരില്ല ഇവിടെ. നോക്കാം നമുക്ക് റിങ്ങിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്. 1 2 3 4 5 6. കണ്ടോ. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 6 മെമ്പേർഡ് റിംഗ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം, നേരെ അതിലേക്ക് പോവാം. കറക്റ്റ്. അപ്പോൾ എന്താ ഇവിടുത്തെ ആൻസർ വരിക, ബെൻസീൻ റിംഗ്. കറക്റ്റ്. ഇതാ ബെൻസീൻ റിംഗ് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. അപ്പം റെഫറൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ബെൻസീനിൽ ജസ്റ്റ് ഒരു റിംഗ് ഇട്ട് കൊടുക്കാം. കറക്റ്റ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഓക്സിജൻ ക്ലിയർ. പിന്നെ ആരാ, 1 2 3 4 5 6. കണ്ടോ. ഇനി ഈ പറയുന്ന നമ്മുടെ കാർബൺ അറ്റാച്ച് ചെയ്ത ഇതാ ഇവിടെയില്ലേ, ഇവിടെ ഒരു മീഥൈൽ കിടക്കല്ലേ. കറക്റ്റ്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണോ അതിൻ്റെ മോളി. കറക്റ്റ്. ഇവിടെ ഇതാ ഒരു CH3 ഉണ്ട്. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ എങ്ങനെ പെട്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ അതർ ഓപ്ഷൻസിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. ഈ 6 മെമ്പേർഡ് റിംഗ് ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി ചിലപ്പോൾ 2 ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, 6 മെമ്പേർഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. കറക്റ്റ്. സോ ദിസ് വിൽ ബി യുവർ ആൻസർ. അപ്പം നോക്കി, AlCl3 കണ്ടപ്പോൾ തന്നെ നമുക്കെന്ത് മനസ്സിലാവണം, അവിടെ ഒരു കാർബോകാറ്റോൺ ഫോർമേഷൻ വരാം. റൈറ്റ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വരാം. എവിടെ വരാം, ബൾക്കിനെസ് കുറഞ്ഞ സൈഡ്. ഇതൊക്കെയല്ലേ നമ്മൾ ആലോചിച്ചുകൊണ്ട് ടിക്സ്. കറക്റ്റ്. ഓക്കെ, ബി ദ പ്രോബ്ലം സോൾവർ.